വയനാട് ദുരന്തബാധിതർക്കായി പിരിച്ചെടുത്ത ഫണ്ടിനെ ചൊല്ലി സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുകില് തുടരുന്നു. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പിരിച്ച കണക്കുകൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സുതാര്യമായി പുറത്തുവിട്ടതോടെ പ്രതിരോധത്തിലായ CPM വ്യാജ സ്ക്രീൻഷോട്ടുകളുമായി രംഗത്തെത്തിയെന്നാണ് പുതിയ ആരോപണം. ഇതോടെ സർക്കാരിനെയും DYFIയെയും വെല്ലുവിളിച്ചുകൊണ്ട് കണക്കുകളുടെ യുദ്ധം മുറുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസ് പിരിച്ചത് എത്ര? യൂത്ത് കോൺഗ്രസും KPCCയും ചേർന്ന് പിരിച്ചെടുത്ത തുകയുടെ കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് വിവിധ ചലഞ്ചുകൾ വഴി പിരിച്ചെടുത്തത് 1.05 കോടി രൂപ. KPCC ആപ്പ് വഴി സമാഹരിച്ചത് 4.33 കോടി രൂപ. ആകെ തുക ഏകദേശം 5.38 കോടി രൂപ കോൺഗ്രസ് വിഭാഗങ്ങൾ ചേർന്ന് സമാഹരിച്ചു. ഇനി ചെലവഴിച്ചത് എന്തിന്? പിരിച്ചെടുത്ത തുക വീടുകൾക്കും ഭൂമിക്കുമായി വിനിയോഗിച്ചതിന്റെ കണക്കുകൾ ഇങ്ങനെയാണ്. ഒന്നാം ഘട്ടം ഭൂമി ഏറ്റെടുക്കലിനും രജിസ്ട്രേഷനുമായി 3.68 കോടി രൂപ ചെലവാക്കി. രണ്ടാം ഘട്ടം ഭൂമിയുടെ വിലയായി 2.50 കോടി രൂപ കൂടി നീക്കിവച്ചു. ആകെ ചെലവ് രജിസ്ട്രേഷൻ അടക്കം 6.27 കോടി രൂപയോളം നിലവിൽ ചെലവഴിച്ചു കഴിഞ്ഞു. വിവാദമായ 54 കോടിയും CPM നീക്കാവൂ. കോൺഗ്രസ് കണക്കുകൾ പുറത്തുവിട്ടതിന് പിന്നാലെ കോൺഗ്രസ് ആപ്പ് വഴി 54.49 കോടി രൂപ പിരിച്ചെടുത്തു എന്ന തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകൾ CPM സൈബർ ഇടങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇത് വ്യാജമാണെന്നും ഇതിനെതിരെ KPCC പ്രസിഡന്റ് കേസ് നൽകിയിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ. കേരള പോലീസ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കയ്യിലാണല്ലോ. എങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഈ സ്ക്രീൻഷോട്ടിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരൂ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്ന വെല്ലുവിളി. DYFIയോട് തിരിച്ചുള്ള രാഹുലിന്റെ ചോദ്യങ്ങൾ. UDF ഘടകകക്ഷിയായ ലീഗ് മാത്രം 36 കോടിയോളം രൂപ പിരിച്ചെടുത്തതോടെ മൊത്തം 40 കോടിയിലധികം രൂപ ദുരിതാശ്വാസത്തിനായി UDF സമാഹരിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് DYFI 20 കോടി രൂപ പിരിച്ചുവെന്ന അവകാശവാദം ചോദ്യം ചെയ്യപ്പെടുന്നത്. ആക്രിയും പഴയ പേപ്പറും വിറ്റാണ് 20 കോടി പിരിച്ചതെങ്കിൽ അതിന്റെ രസീതുകൾ എവിടെ? ഏത് ആക്രി കടക്കാരനാണ് ഇത്രയും വലിയ തുകയ്ക്ക് സാധനങ്ങൾ വാങ്ങിയത്? മൃതശരീരങ്ങളുടെ പോക്കറ്റടിക്കുന്ന രീതിയിൽ കണക്കുകളിൽ സുതാര്യതയില്ലാതെ സർക്കാർ പെരുമാറുന്നുവെന്ന കടുത്ത വിമർശനമാണ് ഉയരുന്നത്. വയനാട്ടിലെ ജനതയ്ക്കായി 200 വീടുകൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച UDF തങ്ങളുടെ കണക്കുകൾ സുതാര്യമാണെന്ന് അവകാശപ്പെടുമ്പോൾ സർക്കാരും DYFIയും തങ്ങളുടെ പിരിവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. എന്തായാലും ഏത് ആക്രി കച്ചവടക്കാരനാണ് നിങ്ങൾ 20 കോടി രൂപയുടെ ആക്രി വിറ്റത്? അതല്ലെങ്കിൽ ഏത് പത്ര കച്ചവടക്കാരനാണ് നിങ്ങൾ 20 കോടി രൂപയുടെ പത്രം വിറ്റത്? അതിന്റെ ഡീറ്റെയിൽസ് ഓരോ നിയോജക മണ്ഡലം തിരിച്ചുള്ളത് വളരെ എളുപ്പം കിട്ടാമല്ലോ. എവിടെയാണ് വിറ്റിട്ടുള്ളത്? ആർക്കാണ് വിറ്റത്? അതിന്റെ രസീത് ഇതടക്കമുള്ള സുതാര്യമായ കണക്ക് വെക്കാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ സർക്കാരിനെ പോലെ സർക്കാർ ഊരാളുങ്കലിനെ ഉപയോഗിച്ച് ചെയ്യുന്നത് പോലെ തന്നെ മൃതശരീരങ്ങളുടെ പോക്കറ്റടിക്കുന്ന, മൃതശരീരത്തെ കൊള്ളയടിക്കുന്ന ആളുകളാണ് നിങ്ങളെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. സർക്കാർ എത്ര വെട്ടിച്ചു? DYFI എത്ര വെട്ടിച്ചു? ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത്.